Good morning, all. Good morning, ma'am. Good morning, Miss. Good morning. Good morning, ma'am. Good morning, ma'am. ഇപ്പോൾ എല്ലാവരും ട്രാൻസ്ഫർ പേഷ്യന്റ് എടുക്കുക. നമ്മൾ ട്രാൻസ്ഫർ പേഷ്യന്റ് ആണ് അല്ലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മറന്നുപോയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു, കുഴപ്പമില്ല അല്ലെ. നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും അല്ലെ. എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? Transfer. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ അല്ലെ, അതിന്റെ പ്രിപ്പറേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മുതൽ അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഒക്കെ എന്നുള്ളത്. നമുക്ക് അത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ പേഷ്യന്റിന്റെ സാധാരണ രീതിയിൽ ഡോക്ടർ ആദ്യം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് ഒരു ഡിസിഷനിലേക്ക് എടുക്കും. എന്താണ് പേഷ്യന്റിനെ നമ്മള് എന്തെങ്കിലും സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റു ബ്രാഞ്ചിലേക്കോ ICUയിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതില് ഒരു പ്രധാനമായിട്ട് നമ്മൾ കണ്ടു ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പേഷ്യന്റിനെ ഇങ്ങനെ മറ്റൊരു പ്ലേസിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ അല്ലെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. അതായത് അദ്ദേഹത്തിന് ഒരുക്കണമെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് നടപടിക്രമങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് പ്രധാനമായിട്ടും പറഞ്ഞു നല്ല പ്രിവെന്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ എന്തെങ്കിലും രീതിയിൽ നല്ല കെയർ കൊടുക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗിയുടെ ആരോഗ്യനില വഷളാകാനും ചിലപ്പോ അത് എന്താണ് അപകടാവസ്ഥയിലേക്കൊക്കെ രോഗിയെ കൊണ്ട് എത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ? ഡിറ്റോറിയേഷൻ, ഹെസിറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഡിസ്കസ് ചെയ്തില്ലേ? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണോ ആ പാരഗ്രാഫ്? പറഞ്ഞു പോയതല്ലേ? A proper and clear preparation and equilibrium of a patient should be done prior to transfer to prevent any hostile event or a deterioration, worsening of the patient's clinical conditions. അതായത് രോഗിയുടെ ആരോഗ്യനില അല്ലെ വഷളാവാനായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്ഥിതിവിശേഷങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റിനെ ഒരു ഇക്വിലിബ്രിയം അല്ലെ ഒരു സന്തുലിതാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. Then the patient should be properly reviewed and balanced to the maximum extent possible without wasting undue time. നമുക്കറിയാം അല്ലെ ക്രിട്ടിക്കൽ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ അവരെ നന്നായിട്ട് തന്നെ ഒരുക്കണം അല്ലെ. അവിടെ ടൈമിന് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ പേഷ്യന്റ് A, B, C ആൻഡ് D കാറ്റഗറി, അതായത് നമ്മൾ 4 കാറ്റഗറൈസ് ചെയ്ത് ഓരോ പേഷ്യന്റിനെ തിരിക്കുകയാണ്. അതായത് പേഷ്യന്റിന്റെ ആരോഗ്യാവസ്ഥയെ മാനിച്ചുകൊണ്ട് ചിലർക്ക് റെസ്പിറേഷൻ പ്രോബ്ലം ഉള്ളവരുണ്ടാവാം, ചിലർക്ക് അല്ലെ എന്തെങ്കിലും മറ്റേതെങ്കിലും അല്ലെ എന്തെങ്കിലും ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കാറ്റഗറൈസ് തിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് വേണ്ട പ്രിക്കോഷൻസ് അതിനനുസൃതമായിട്ട് എടുക്കാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ട്യൂബിന്റെ സഹായത്തോടു കൂടിയോ ചിലപ്പോ എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ എന്താണ് ഞരമ്പിലൂടെ അല്ലെ നമുക്ക് എന്തെങ്കിലും കനാൽ മുഖേന കൊടുക്കാൻ പറ്റുന്ന അല്ലെ കാനുള്ള മുഖേനൊക്കെ കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് തന്നെ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതായത് ഫസ്റ്റ് A റെപ്രസെന്റ് ചെയ്യുന്നത് എയർവേ അല്ലെ. അത് എയർവേ എന്താണെന്നുള്ളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ബ്രീത്തിങ് A റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ C സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി should be examined and any connected curable problems should be rectified. അതായത് അവരുടെ ആ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഏതാണോ അല്ലെ ആ രോഗിയുമായി ബന്ധപ്പെട്ട ഡിസീസുമായി ബന്ധപ്പെട്ട അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കാറ്റഗറൈസ് ചെയ്ത് ആ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുക്കേണ്ടതാണ്.
In this context, the use of a pre-transfer checklist helpful. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രോഗിയെ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. പ്രിക്കോഷൻസ് വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാലോ. ഇത് മുതലാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ ഒന്നും കൂടി പോയിന്റുകളിലേക്കൊക്കെ ഓടിയെത്തി അല്ലെ? നമ്മൾ ക്ലാസ്സിലേക്കായി. ഫസ്റ്റ് നമ്മൾ കണ്ടു എ അല്ലെ? എ എന്നുള്ളത് എയർവേയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്താ പ്രധാനമായിട്ടും പറയുന്നത്? നമുക്കറിയാം ബ്രീത്തിങ് പ്രോബ്ലംസ് അല്ലെ? എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ്, അത് ശ്വാസതടസ്സം ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ട്യൂബ് ഘടിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും അവരുടെ ശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യത്തില് അവർക്ക് എയർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ട്യൂബിന്റെ ഒരു സാന്നിധ്യത്തിലാണ്. ആ ട്യൂബ് അതിന്റെ പേരാണ് എൻഡോട്രാഷ്യൽ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോട്രാഷ്യൽ ട്യൂബ് എന്ന് പറയുന്നത് ETT കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്, എൻഡോട്രാഷ്യൽ ട്യൂബ്. ഓക്കെ, അപ്പൊ എന്താണ്, എന്തെങ്കിലും അല്ലെ ചിലപ്പോ ആണെങ്കിൽ അബോധാവസ്ഥയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവര് രോഗി എന്താണ് ചിലപ്പോ മരുന്നിനോടൊക്കെ പ്രതികരിച്ചായിരിക്കും അവര് റിക്കവർ ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേജ് അവർക്ക് തരണം ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ഈ ശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ചെറിയ രീതിയിൽ വായിലൂടെ തന്നെ ഒരു ട്യൂബ് എന്താണ് ശ്വസനനാളത്തിലേക്ക് കടത്തിവിടുകയാണ്. അതിലൂടെയാണ് അവര് എന്താണ് ഓക്സിജൻ അല്ലെ അവരുടെ ആവശ്യമായിട്ടുള്ള ശ്വസന പ്രക്രിയ നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസ് ആകുമ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള ട്യൂബ് കൃത്യമായിട്ടുള്ള പ്ലേസിലാണോ അത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇവരെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷനിലൊക്കെ നോക്കാം. The patients with the possibility of airway compromise in the course of a transfer should be electively intubated with the endotracheal tube with a cuff which should be fixed properly after verifying its exact position. അതായത് ഇങ്ങനെ പ്രോബ്ലം ഉള്ള അല്ലെ റെസ്പിറേഷൻ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ആണ് എങ്കിൽ അവർക്കൊരു ട്യൂബിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അവരത് തരണം ചെയ്തു പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് തന്നെയാണോ അത് അല്ലെ അതിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ അല്ലാത്ത സ്ഥിതിയാണെങ്കിൽ നമുക്കറിയാം അപകടാവസ്ഥയിലാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ? ഉണ്ടാവില്ലേ? കൃത്യമായിട്ടുള്ള സ്ഥാനത്തിലല്ല എങ്കിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മൾ കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് ആ ട്യൂബ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പറയുന്നു സം പേഷ്യൻസ് നീഡ് പ്രോപ്പർലി പ്ലേസ്ഡ് നാഗോസ്ട്രാക്റ്റിക് ട്യൂബ്. അതായത് നാഗോസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചിലപ്പോഴൊക്കെ എന്താണ് ഫുഡ് അല്ലെ ഫുഡൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ അവർക്ക് വായിലൂടെ കഴിക്കാനായിട്ടുള്ള സാഹചര്യം അല്ലായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനത്തെ കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അവർക്ക് മൂക്കിലൂടെയുള്ള ട്യൂബ് വഴിയായിട്ടായിരിക്കും അവർക്ക് മെഡിസിൻസും ഭക്ഷണമൊക്കെ എത്തിക്കുന്നത്. അതിന്റെയും പൊസിഷൻ അല്ലെ അതും കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്കറിയാം അല്ലെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഒക്കെ തിരിച്ചു വരാനും ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെടാനും രോഗിക്ക് ആരോഗ്യനില വഷളാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സം പേഷ്യൻസ് നീഡ് പ്രോപ്പർലി പ്ലേസ്ഡ് നാഗോസ്ട്രിക് ട്യൂബ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ആസ്പിറേഷൻ ഓഫ് ഗാസ്ട്രിക് കണ്ടൻസർ ഡ്യൂറിംഗ് ട്രാൻസ്ഫർ. മാത്രമല്ല അവർക്ക് എന്താണ് ഗ്യാസ് ട്രബിൾ അല്ലെ അവർക്ക് എന്താണ് വായു ഒക്കെ അതിൽ പ്രവേശിച്ച് തടസ്സം അല്ലെ ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ടെല്ലാം ഈ തരത്തിലുള്ള ട്യൂബുകളെല്ലാം കൃത്യമായ പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. The cervical spinal stabilization may be needed in some trauma patient. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ എയർവേ എന്നുള്ള ഒരു കാറ്റഗറൈസിലുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ശ്വാസതടസ്സമുള്ള പേഷ്യൻസ്, ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന കിടപ്പ് രോഗികളായ പേഷ്യൻസ്, അതേമാതിരി തന്നെ സ്പൈനൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നട്ടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അത് വളഞ്ഞിരിക്കുകയോ ഡിസ്കുകളൊക്കെ തകരാറിലാവുകയോ ഒക്കെയുള്ള പേഷ്യന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ അതിന്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം കൃത്യമായ പൊസിഷനിലാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പൊ
സെർവിക്കൽ സ്പൈനൽ സ്റ്റെബിലൈസേഷൻ എല്ലാം കൃത്യമായിട്ട് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളത്. ഓക്കെ, എയർവേയിൽ 3 കാറ്റഗറി ചെയ്ത പേഷ്യൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. ഒന്ന് എന്താണ്, റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെ, അത് അവിടെ എൻഡോട്രാഷ്യൽ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായ പ്ലേസിലാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നാസോഗാസ്ട്രിക് ട്യൂബ്, അതായത് ഫുഡും മെഡിസിൻസ് ഒക്കെ ട്യൂബിലൂടെ കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്, അവരുടെയും ആ ട്യൂബ് കൃത്യമായ പ്ലേസിലാണെന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ എന്താണ്, സ്പൈൻ സ്റ്റെബിലൈസേഷൻ അല്ലെ, സെർവിക്കൽ സ്പൈനൽ സ്റ്റെബിലൈസേഷൻ, നട്ടലുമായിട്ട് ബന്ധപ്പെട്ട രോഗാവസ്ഥയിലുള്ള പേഷ്യൻസിന്റെ അതും കൃത്യമായിട്ട് തന്നെയാണോ അവരുടെ ഡിവൈസ് അല്ലെ, അവരുടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെയാണോ യൂസ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെയാണോ? ഫസ്റ്റ് എയർവേ എന്നുള്ളതിൽ കാര്യങ്ങൾ ഗ്രഹിച്ച ഇതൊക്കെ മാർക്ക് ചെയ്ത് പോകുള്ളൂ കേട്ടോ. ETT അല്ലെ, എൻഡോട്രാഷ്യൽ ട്യൂബ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ETT എന്ന് പറയുമ്പോൾ വലിയൊരു ഇതായിട്ടാണ് തോന്നുക, പക്ഷെ ആ ഒരു ഇതിന്റെ അബ്രിവേഷൻ തന്നെയാണ് അത്, എൻഡോട്രാഷ്യൽ ട്യൂബ്. ഓക്കെ, എയർവേ നമ്മൾ എയർ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടു. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാലോ. അല്ലേ, ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം, ബ്രീത്തിങ്. ഓക്കെ, ട്യൂബ് വഴി ഉള്ള പ്രോസസ് ആണ്. ഓക്കെ, അതൊക്കെ കൃത്യതയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള പ്ലേസിലാണോ എന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലെ പക്ഷേ എന്താണ് പ്രത്യേകത നോക്കാം. ദ വെന്റിലേഷൻ ഷുഡ് ബി സഫീഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ആട്രിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. അതായത് നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നേരത്തെ കൂട്ടി ഇവർക്ക് ഒരു പ്രിക്കോഷൻസ് എടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്, അവരുടെ ഇടയ്ക്കല്ലേ ഓക്സിമീറ്റർ ഒക്കെ വെച്ചിട്ട് അവരുടെ ഓക്സിജൻ കൗണ്ട് ഒക്കെ ശരിയാണോ, മതിയായ രീതിയിലൊക്കെ ഓക്സിജൻ ഇവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ, കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നമുക്കറിയാം കുറഞ്ഞ ലെവലിലുള്ള ഓക്സിജൻ ആണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് എന്താണ്, അതിന്റെ വാല്യൂ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലെ. അതിനു മുമ്പ് തന്നെ ഓക്സിമീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ അതിന്റെ വാല്യൂ സഫീഷ്യന്റ് ആയിട്ട് തന്നെ ഓക്സിജൻ അവര് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഓക്സിജന്റെ അളവ്. നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transfer. അതായത് ന്യൂമോത്രാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെ നെഞ്ചിന്റെ ഇടയിൽ ഒരു ഇതുണ്ട്, അതായത് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളില് വായു ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ബ്രീത്തിങ് കാര്യങ്ങളൊന്നും നടന്നു വരില്ല. കാരണം അതിന് ഡാമേജുകൾ സംഭവിക്കും. കാരണം അത് അടിഞ്ഞുകൂടി നമ്മുടെ ആ പ്ലേസ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് ആ ഒരു ഭിത്തിക്കൊക്കെ എന്താണ് ക്ഷതം സംഭവിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. എന്താ സസ്പെക്ട് അങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള ന്യൂമോത്രാക്സ് പേഷ്യൻസ് ആണ് എങ്കിൽ, അതായത് അവരുടെ ഭിത്തി അല്ലെ നമ്മുടെ നെഞ്ചിനോട് ചേർന്നുള്ള അതിന് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിടവില് എന്താണ് എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ വായുവോ അല്ലെങ്കിൽ ബ്ലഡിന്റെ അംശമൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് എന്ന് സംശയാസ്പദമായിട്ടുള്ള രോഗികളാണെങ്കിൽ മസ്റ്റായിട്ട് ചെസ്റ്റ് ഡ്രെയിന് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ വായു അതേമാതിരി തന്നെ ബ്ലഡും മറ്റു ഫ്ലൂയിഡ്സുകളൊക്കെ വലിച്ച് പുറന്തള്ളാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്കറിയാം സുഗമമായിട്ട് തന്നെ അതിലൂടെ വായു സുഗമമായിട്ട് തന്നെ ആ രോഗിക്ക് ശ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ചെസ്റ്റ് ഡ്രെയിൻ വേണ്ടിയിരിക്കുന്ന ന്യൂമോത്രാക്സ് പേഷ്യൻസ് ആണ് എങ്കിൽ അവരെ അത് മനസ്സിലാക്കിയിട്ട് തന്നെ അത്തരത്തിലുള്ള ഇൻസ്റ്റാളേഷൻ നടത്താമെന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
ഇതിലെ പ്രത്യേകം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്, വായുമാർഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജസ്റ്റ് ട്രെയിൻ ഇൻസ്റ്റാൾ മസ്റ്റായിട്ടും ഈ പേഷ്യന്റിനൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടു എയർവേയുടെ കാര്യം. സെക്കൻഡ് ബ്രീത്തിങ്ങിന്റെ കാര്യമാണ്. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ മതിയായ അളവിൽ ഓക്സിജൻ ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇൻ കേസ് ന്യൂമോത്രാക്സ് പേഷ്യൻസ്, അതായത് അവിടെ അല്ലെ ചെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിലുള്ള രോഗികളാണെന്ന് കണ്ടെത്തിയാൽ അതിന്റെ ട്രാൻസ്ഫറിന് മുമ്പ് തന്നെ ചെസ്റ്റ് ട്രെയിന് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. ക്ലിയർ ആണോ? ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും എന്താന്ന് ചിലപ്പോൾ അല്ലെ ആദ്യം കേൾക്കുന്നവരുണ്ട്, അങ്ങനെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ചെസ്റ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വായു, രക്തം, ദ്രാവകം അല്ലെ മുതലായവ നീക്കം ചെയ്യുന്നതിനായിട്ട് ഫ്ലൂറൽ സ്പേസിൽ സ്ഥാപിക്കുന്ന ഒരു ശസ്ത്രക്രിയ ട്രെയാണ്. അതായത് അതിലൂടെ അത് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന് അല്ലെ മതിയായ രീതിയിൽ നമുക്ക് ഓക്സിജൻ സ്വീകരിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സങ്കോച വികാസത്തിന് ഒരു പ്ലേസ് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡാമേജ് വരുമ്പോൾ എന്താണ്, അവർക്ക് ആവശ്യമായ രീതിയിൽ വികസിക്കാനും സങ്കോചിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലങ്സ് ഇൻഫെക്ഷൻ. ലങ്സ് ഇൻഫെക്ഷൻ ഇതിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ബ്രീതിങ് ട്രബിൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അല്ലെ, അതാണ് അവിടെ പറയുന്നത്, സംശയാസ്പദമായിട്ടുള്ള ന്യൂമോത്രാക്സ് രോഗികളാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അത് അങ്ങനെയുള്ള രോഗികളാണ് എങ്കിൽ ചെസ്റ്റ് ട്രെയിന് അവിടെ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇതും ഒരു അതായത് അതിന്റെ ഒരു സ്പെഷ്യൽ ഉപകരണമാണെന്ന് വെച്ചാൽ അത് വലിച്ചെടുത്ത് കളയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ് സാധ്യമായ രീതിയിൽ തന്നെ ബ്രീത്തിങ് നടപ്പാക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശസ്ത്രക്രിയാ ട്രെയിനുകൾ തന്നെയാണത്. ക്ലിയറായില്ലേ? അങ്ങനെയുള്ള രോഗികളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും. അതെല്ലാം നീക്കം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇവരെ പോകാനായിട്ടുള്ള അനുവാദം അല്ലെ ഇവർക്ക് കൊടുക്കുകയോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ അല്ലെ അവരെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് അല്ലെ അവരെ ഓക്കെ ആക്കി. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ടിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അതും കൂടി സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഈ രോഗികളെ മറ്റു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. പ്രത്യേകിച്ച് ഹെയർ ട്രാൻസ്പോർട്ടിലെല്ലാം ഇങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള രോഗികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്യണമായിട്ടുള്ളത്. നെക്സ്റ്റ് അല്ലേ എയർവേയും ബ്രീത്തിങ്ങും. നെക്സ്റ്റ് നോക്കാം സർക്കുലേഷൻ. എന്താണ് സർക്കുലേഷനിൽ പറയുന്നത്? ദ പേഷ്യന്റ് ഷുഡ് അല്ലെ, അത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് അല്ലെ, ഓരോ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പൊ ഇതില് സർക്കുലേഷനിൽ നമുക്ക് നോക്കാം. ദ പേഷ്യന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 wide bore intravenous working canals in place before shifting. അതായത് ഇൻ കേസ് നമുക്കറിയാം മെഡിസിൻ ഒക്കെ ചിലപ്പോ അല്ലെ നേരെ വണ്ണം കഴിക്കാനോ, നമുക്കറിയാം കിടപ്പ് രോഗികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവര് എന്താ പറയാ കോൺഷ്യസ് അല്ലാത്ത രോഗികളൊക്കെ ആവുമ്പോൾ ചിലപ്പോ എന്താണ് നമ്മളെ ഞരമ്പിലൂടെയൊക്കെ ആയിരിക്കും മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പേഷ്യൻസിന് അല്ലെ 2 വലിയ ഇൻട്രാവീനസിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കാനുവൽസ് അത് ഫിറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. The patient should have at least 2 wide bore intravenous working canals is placed before shifting. കാരണം ഞരമ്പില് നമുക്ക് അറിയാം അല്ലെ, ഞരമ്പിലൂടെയൊക്കെ മെഡിസിൻസ് പാസ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ബ്ലോക്ക് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ ബ്ലോക്ക് ആവുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടും അല്ലെ. അപ്പൊ ഈ പോണ പോക്കില് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ കണ്ടെത്തണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 2 എണ്ണമെങ്കിലും ഇത്തരത്തിലുള്ള രോഗികളാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 2 എണ്ണമെങ്കിലും അതിനു വേണ്ടി കരുതി വെക്കണം. എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെ നമുക്ക് ഇത്തരത്തിലുള്ള
നീർക്കെട്ട് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിന്റെ ആവശ്യകത അവിടെ ഉപകരിക്കും. Should be regulated, controlled, and any shock should be treated with the intravenous fluid and or vasopressors. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ, അതായത് ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ, അവർക്ക് സ്വാഭാവികമായ രീതിയിലൊന്നും മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പറ്റാത്ത, എന്താണ് നമ്മൾ ക്രിട്ടിക്കലി കില്ലായിട്ട് അല്ലെ സ്കില്ല് അതിന്റെ ആ ഒരു അബോധാവസ്ഥയിലോ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലൊക്കെ തരണം ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ പോകുന്ന ആ വഴിക്ക് തന്നെയൊക്കെ ചിലപ്പോൾ ഇവര് റിയാക്ഷൻസ് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ പെയിൻ ഒക്കെ? ഓക്കെ. അപ്പൊ അവർക്കും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചിലപ്പോ സമയത്തിനിടയ്ക്ക് അല്ലെ ആ ഇന്റർവെൽ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് മെഡിസിൻസ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കരുതി വെക്കണം എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എന്താണ് മറ്റൊരു ഇത് പറയുന്നത്, വാസോപ്രസസ്. എന്താണ് വാസോപ്രസസ് എന്ന് പറയുന്നത്? അതായത് വാസോപ്രസസ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആണ് അല്ലെ. വാസോപ്രസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു മെഡിസിൻ തന്നെയാണ്. കാരണം അതില് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയാ, അതിനൊരു പ്രത്യേക പദമുണ്ട്. ഓക്കെ. നമ്മള് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സിനെ പറഞ്ഞ് നിർത്തിയ ഒരു മേഖലയുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ ആ ഒരു കുഴലിലൂടെ തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴും അത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലാണോ എന്ന് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻസ് അല്ലെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കണം. ചിലപ്പോഴൊക്കെ സെഡേഷൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കണം ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ വരുന്ന പേഷ്യൻസിന് മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ആ ഒരു സമയത്തിന് കൊടുക്കാനായിട്ടുള്ള ഒരു അല്ലെ അതിനാവശ്യമായിട്ടുള്ള കാനുവൽസ് മസ്റ്റ് ആയിട്ട് തന്നെ 1-2 എണ്ണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കണമെന്ന് നേരത്തെ കൂട്ടി കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വാസോപ്രസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ അല്ലെ, ഒരു പ്രത്യേക തരം രോഗികളാണ് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ BP ലോ ആവുമ്പോൾ ഞാൻ ആ ഒരു പദത്തിലേക്ക് നിങ്ങളുടെയിലേക്ക് എത്തിക്കാനായിട്ട് രക്തസമ്മർദ്ദം ചിലപ്പോൾ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. ആ ഒരു ലോ ആകുമ്പോൾ നമുക്കറിയാം അത് വികസിക്കാനായിട്ടുള്ള സാഹചര്യം അല്ലെ അത് സ്ഥായിയായിട്ട് കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസ്ഥയുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാനുവൽ വഴി മെഡിസിൻസ് എന്തായാലും മസ്റ്റായിട്ട് കൊടുക്കണം. കാരണം നമ്മൾ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ തന്നെ അങ്ങനെയുള്ള ഒരു സംതിങ് റോങ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അല്ലെ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ആ പ്രധാനമായിട്ടും പറയുന്നത്. ഇത്തരത്തില് കാനുവൽസ് നേരത്തെ കൂട്ടി കണ്ടെത്തി അല്ലെ അതിന് തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രിവെൻഷൻ എടുത്ത് പേഷ്യൻസിനെ കൊണ്ടായാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള രോഗികളെയൊക്കെ നമുക്ക് അവിടെ എത്തിക്കുന്നവരേക്കും ആ രോഗിക്ക് രോഗാവസ്ഥയൊക്കെ വഷളായി പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിച്ചവരുടെ അവസ്ഥയിൽ അല്ലെ ഇച്ചിരി കൂടി ഡള്ളായിട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് തരണം ചെയ്ത് രോഗിയെ അവിടെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളതാണ്. The availability of cross-matched blood may be needed in the course of a transport.
അതായത് ഇൻ കേസ് നമുക്കറിയാം ക്രോസ് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ചിലപ്പോൾ ആവശ്യമുണ്ടാവാം അല്ലെ, ഇച്ചിരി അകലെയുള്ള സാധ്യതയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ ആ ഒരു ബ്ലഡിന്റെ കൗണ്ട് നന്നേ കുറവാക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ അവർ എത്തിക്കുന്ന ടൈമിൽ തന്നെയായിരിക്കും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. എനിവേ അവരുടെ കയ്യിൽ ഇതിന് ക്രോസ് മാച്ച് ആയിട്ടുള്ള ബ്ലഡും കരുതി വെക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ സർക്കുലേഷൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലുള്ള പേഷ്യൻസിന് ഇത്തരം മുൻകരുതലുകളാണ് പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ആ ഒരു വേർഡ് വാസോപ്രസസ് എന്നുള്ള അതിന്റെ മീനിങ് ക്ലിയർ ആയോ? പ്രഷറിന്റെ തന്നെയല്ലേ എന്നൊരു പെട്ടെന്നൊരു ഡൗട്ട് അടിച്ചതാണ്. അതായത് അപ്പൊ നമുക്കറിയാം ആ പ്രഷർ സമ്മർദ്ദം വരുമ്പോഴാണ് ആ രക്തക്കുഴലുകൾക്ക് ചുരുങ്ങാനോ സങ്കോചിക്കാനൊക്കെയുള്ള അവസ്ഥയ്ക്ക് ഒരു പ്രോബ്ലംസ് ഇറിറ്റേഷൻ ഇതുകൾ വരാനായിട്ടുള്ള സാധ്യത വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അതെ അതെ, മെഡിസിൻ തന്നെയാണ് വാസോപ്രസസ്. നമ്മളൊരു ഉപകരണമായിട്ടൊന്നും നിങ്ങൾ ആരും കരുതണ്ട, അതൊരു മെഡിസിൻ തന്നെയാണ്. അതിന്റെ ആ ഒരു ലെവല് അല്ലെ എന്തുമായി ബന്ധപ്പെട്ടാണ് ബിപിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് ക്ലിയർ ചെയ്യാൻ ഇത് തരാ എന്നുള്ളതാണ്. മെഡിസിൻ ആണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയാം. ഓക്കെ, നമ്മൾ ആ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാഷയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ നമുക്ക് ജസ്റ്റ് പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കണ്ട എല്ലാ മാറ്റേഴ്സും ഓക്കെ അല്ലേ? എന്താണ് നാസോഗാസ്ട്രിക് എന്നുള്ളത്, എൻഡോടാഷിക് ട്യൂബ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും, പിന്നെ എന്താണ് ന്യൂമോത്രക്സ് അല്ലെ, അത് എന്തുമായി ബന്ധപ്പെട്ടാന്നുള്ളത്, ചെസ്റ്റ് ട്രെയിൻ ഒക്കെ എന്താന്നുള്ളതൊക്കെ ഓക്കെ അല്ലേ? ഒരുപാട് നിങ്ങൾ പഠിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, കാരണം ജസ്റ്റ് ഇതിൽ അതിപ്പെടുത്തുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനുള്ളിലുള്ള മാറ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ നേരം ഉണ്ടാവില്ല അല്ലെ. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെയാന്നുള്ളതൊക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അപ്പൊ അതിലെന്താണ് പ്രധാനമായിട്ട് നമുക്ക് അറിയാം അല്ലെ, കുറച്ച് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മുടെ ബ്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, അതായത് ന്യൂറോയുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പൊ ന്യൂറോയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ആ ഞരമ്പുകളുടെയൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് അവരുടെ ബോധാവസ്ഥയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനും ചില മുൻകരുതലുകൾ വേണം. അപ്പൊ നമ്മൾ ഓരോ പേഷ്യൻസിനെ നോക്കുമ്പോഴാണ് ആ പേഷ്യൻസിനെ അനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ന്യൂറോയിൽ സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളാണ് എടുക്കുക. പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് their ഗ്ലാസ്ഗോ കോമ സ്കെയില്. ഇതാണ് ആ ഒരു ഫുൾ ഫോം, നേരെ പഠിച്ചു തന്നെ വെക്കുക. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അല്ലെ, GCS. അതായത് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വരുന്ന പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് their ഗ്ലാസ്ഗോ കോമ സ്കെയിൽ adequately monitored and recorded in a document before and in the course of a transfer and before the administration of any sedative or പാരലിറ്റിക് ഏജന്റ്. അതായത് നമുക്കറിയാം ഇങ്ങനെ അല്ലെ, ഇങ്ങനെ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവരുടെ ബോധാവസ്ഥയുടെ അല്ലെ ലെവല് ഇടയ്ക്ക് ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ചിലരൊക്കെ പെട്ടെന്ന് തന്നെ അല്ലെ നമ്മൾ സെഡേഷനൊക്കെ കൊടുത്തി മയക്കിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവര് ഇൻ കേസ് അങ്ങനെയുള്ളവര് ലെവൽ കോൺഷ്യൻസ്, അതെ ഓക്കെ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ആ ലെവല് ബോധാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് ഇടയ്ക്കൊക്കെ നോട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ആഡിക്കേറ്റഡ് ആയിട്ടുള്ള മോണിറ്റർ അത് കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് വേണം ഈ രോഗികളെയൊക്കെ ഇത്തരത്തിലുള്ള ന്യൂറോയുമായി ബന്ധപ്പെട്ട പേഷ്യൻസിനൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അതിന് പ്രധാനമായിട്ടും പറയുന്നത് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എ ട്രാൻസ്ഫർ ആൻഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ് ഓർ പാലിയേറ്റീവ് ഏജന്റ്. നമുക്കറിയാം അപ്പൊ ആ ബോധാവസ്ഥയുടെ നില വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സെഡേഷനൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ. വീണ്ടും അവരെ മയക്കി കിടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അവരെ തീർച്ചയായിട്ടും വീണ്ടും ആ ഒരു സ്കെയില് അല്ലെ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ബോധാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കൗണ്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? The patient should be protected from a cold by providing suitable blankets. Apart from the above free transfer checklist, on the day transfer itself, all basic investigations should be performed to reflect the present condition of the patient. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ അല്ലെ, നമ്മള് സാധാരണ രീതിയിൽ എല്ലാം കരുതലോട് കൂടിയിട്ടാണ് പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടതെന്ന് ഉറപ്പുവരുത്തുന്നു.
ഇൻ കേസ് കോൾഡ് അല്ലെ കൂടുതൽ നമുക്കറിയാം HB ഒക്കെ ലെവല് താഴ്ന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് തണുപ്പിനെയൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ശരിയാണോ? ഉണ്ടാവോ അങ്ങനെയൊക്കെ? ഓക്കെ, അപ്പൊ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബ്ലാങ്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അല്ലെ എല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ നടത്തി അല്ലെ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ചെറിയ പോയിന്റ്സ് ആണെങ്കിലും കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട് അല്ലെ. ചെറിയ ചെറിയ പാരഗ്രാഫ് ആണെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. ചെറുതായിട്ടൊന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സർക്കുലേഷൻ പറയാം. Okay, the patient should have at least 2 wide for intravenous working canals in the place before shifting. അതായത് നമ്മളിപ്പോ എല്ലാ പേഷ്യൻസിനും വേണമെന്നില്ല അല്ലെ. ചിലരൊക്കെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരുണ്ട്, ചിലരൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ളവരാണ്. അപ്പൊ സർക്കുലേഷൻ എന്നുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോ ഒക്കെ എന്താണ് ഞരമ്പിലൂടെ തന്നെ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ട വരികയും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ആണെങ്കിലും നാസോഗാസ്ട്രിക് ട്യൂബ് പോലെയുള്ള ഇതിനൊക്കെ ഘടിപ്പിച്ചു കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും കാനുവൽസ് വർക്കിംഗ് ആയിരിക്കണം. അതായത് ഞരമ്പിലൂടെയാണ് അവര് മെഡിസിൻസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഹെമറേജ് അതായത് രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ രണ്ടെണ്ണമെങ്കിലും ഇത്തരത്തിലുള്ള കാനുവൽസ് അവർ നേരത്തെ കൂട്ടി ഫിറ്റ് ചെയ്യണമെന്നാണ് അവിടെ എടുത്ത് പറയുന്നത്. The patient should have at least 2 wide bore intravenous working canals in place before shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluid and oral vasopressors. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏതെങ്കിലും രീതിയിൽ അല്ലെ ഇപ്പോ ഇവർക്ക് രക്തം കട്ട പിടിക്കുകയാണ്, ഒരെണ്ണത്തിൽ ബ്ലോക്ക് ആയി പോയി എന്ന് വെച്ചു, ചിലപ്പോൾ എന്തെങ്കിലും സെഡേഷൻ മെഡിസിൻ ഒക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അവർക്ക് മറ്റൊരു കാനുവൽസിൽ കൂടെ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമ്മള് ജസ്റ്റ് പറഞ്ഞു എന്താണ് വാസോപ്രസസ് പോലെയുള്ള മെഡിസിൻസ്, അതായത് പ്രഷർ അല്ലെ അത് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ വരുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും മെഡിസിൻസ് ഇൻജക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് 2 കാനുവൽസ് എല്ലാം മസ്റ്റായിട്ട് തന്നെ അവിടെ റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. Then availability of a cross-matched blood may be needed in the course of a transport. അതായത് ഇൻ കേസ് നമുക്കറിയാം ബ്ലഡ് ചിലപ്പോൾ ഇതേപോലെ അല്ലെ എന്തെങ്കിലും ബ്ലഡ് കുറവായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ബ്ലഡിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ക്രോസ് മാച്ച് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? നമുക്കറിയാം എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ബ്ലഡുകളല്ലേ, ഓരോരുത്തരുടെയും ആ ബ്ലഡ് അനുസരിച്ചിട്ടുള്ള ബ്ലഡ് തന്നെ അത് സെർവ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതും ഉറപ്പുവരുത്തണം. The availability of cross-matched blood may be needed in the course of transport. ട്രാൻസ്പോർട്ടിന് ആവശ്യഘട്ടമാണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ ക്രോസ്-മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കരുതി വെക്കുന്നത്. അല്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ പൊതുവെ നമ്മള് പറഞ്ഞോളം എല്ലാം ഷോർട്ട് ഫോമുകളൊക്കെയാണല്ലോ. നിങ്ങളോട് ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് ചോദിച്ച് കാണാറില്ല. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, GCS അല്ലെ,
അതേമാതിരി തന്നെ ETT ഇൻട്രാട്രേക്കിയൽ ട്യൂബ്, അതേമാതിരി തന്നെ എന്താണ് എന്തെങ്കിലും കാനോസ് അല്ലെ പ്രിക്വേഷൻസ് എടുക്കുന്ന കാര്യങ്ങൾ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കാം അല്ലെ, ഇത്തരത്തിലുള്ള പ്രിക്വേഷൻസ് എടുക്കാം. ചിലപ്പോൾ ചെസ്റ്റ് ട്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ്, ന്യൂറോന്റെ ലാസ്റ്റ് പറയാമോ എന്നും ചോദിച്ചിട്ടുണ്ടോ? ലാസ്റ്റത്തെ പോയിന്റ് ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന് മുന്നേ ക്വസ്റ്റ്യന്റെ കാര്യം ഒന്നും പറഞ്ഞതാണ്. ലാസ്റ്റത്തെ പോയിന്റ് ഒന്നുകൂടി പറയാമല്ലോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ കാണാറുള്ളൂ. എന്തായാലും ഞാൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന മാത്രമേ തന്നെ ആ ക്വസ്റ്റ്യന്റെ മോഡൽസ് ഇടാറുണ്ട്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലേ മോക്ക് ടെസ്റ്റുകള്? ഓക്കെ, അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മോഡൽ തന്നെയായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് പൊതുവെ ഉണ്ടാവാറുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങളെ കൊണ്ട് അല്ലെ ഓവർ ഇതെന്ത് അസുഖമാണ്, ഇതെന്ത് അസുഖം എന്നൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അതേപോലത്തൊന്നും എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കാറില്ല. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ലാസ്റ്റില് എന്തോ സംതിങ് ഒന്നും കൂടെ പറയണമെന്നുള്ളത് നോക്കാം. എന്താണ്? പേഷ്യന്റ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് Glasgow Coma scale adequately monitored and recorded in a document before and in the course of a transfer and before the administration of any sedative or a paralytic agent. അതായത് എന്തെങ്കിലും അല്ലെ നമുക്ക് അറിയാം ചിലപ്പോ ആണെങ്കിൽ ഈ ന്യൂറോ ഉള്ള പേഷ്യൻസ്, അതായത് ഞരമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് കോൺഷ്യസ് ആവണമെന്നില്ല അല്ലെ, അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ അവര് കോൺഷ്യസ് ആവുന്ന സ്റ്റേജിൽ ചിലപ്പോൾ അവര് പല അല്ലെ എന്തെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അളക്കേണ്ടതുണ്ട്. അത് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് Glasgow Coma സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അത് കൃത്യമായിട്ട് തന്നെ അത് മോണിറ്റർ ചെയ്യുകയും വേണം, അത് രേഖപ്പെടുത്തി വെക്കുകയും വേണം. കാരണം ഇന്ന സമയങ്ങളിലൊക്കെ ഇന്ന രീതിയിലാണ് അതിന്റെ സ്കെയില് മനസ്സിലാക്കിയതെന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. ദെൻ എന്താണ് അതിൽ നമുക്കറിയാം സെഡേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഏജന്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് അത് കൊടുക്കേണ്ടതായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം അവർ പെട്ടെന്ന് റിക്കവർ ആവുകയും അല്ലെ അവരുടെ ബോധാവസ്ഥയിലേക്ക് വരികയും അവർ ചിലപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരേക്കും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മള് ഡോക്യുമെന്റേഷനൊക്കെ തയ്യാറാക്കി തന്നെ ആയിരിക്കണം ട്രാൻസ്ഫർ അല്ലെ നമ്മൾ എപ്പോഴും ഈ വ്യക്തിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇനി ലാസ്റ്റില് പറയുന്നത് പേഷ്യന്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എ കോൾഡ് ബൈ പ്രൊവൈഡിങ് suitable blankets apart from the above pre-transfer checklist. നേരത്തെ പറഞ്ഞ ഈ ചെക്ക് ലിസ്റ്റുകൾ കൂടാതെ തന്നെ നമുക്ക് പേഷ്യന്റിന് അതിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ ബ്ലാങ്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടാവും. ഓൺ ദ ഡേ ട്രാൻസ്ഫർ ഇറ്റ്സെൽഫ് all basic investigation should be performed to reflect the present condition of the patient. ഈ ഒരു സെന്റൻസും കൂടെ നോട്ട് ചെയ്യാം. ഈ എന്താ ലാസ്റ്റ് ഓൺ ദ ഡേ ട്രാൻസ്ഫർ ഇറ്റ്സെൽഫ് ആ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും നടത്തണം. അതായത് ഷുഡ് ബി കറക്റ്റ് ആയിട്ട് തന്നെ പ്രഷറും BP അല്ലെ എല്ലാ ലെവലും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം അവിടെ റിസീവിംഗ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ നിലവിലുണ്ടായിരുന്ന എല്ലാ അവസ്ഥകളെ കുറിച്ചിട്ടും കൃത്യമായിട്ട് നഴ്സ് നോട്ട് ചെയ്തിട്ടായിരിക്കും ആ നഴ്സിന് അല്ലെ കൊടുക്കുന്നത്, കൈമാറുന്നത് അല്ലെ. അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൃത്യമായിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ പേഷ്യന്റിനെ നമുക്ക് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അല്ലേ, എന്തെങ്കിലും അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ ആണെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടാവും, ആ സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അല്ലെ BP പ്രത്യേകത കാണിക്കുന്നുണ്ടാവും. അതെല്ലാം തന്നെ അതിന്റെ ആ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കൈകാര്യം നടപടികൾ എടുത്തതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിനെ കൈമാറ്റം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. ഓക്കെ അല്ലേ, അതിനനുസരിച്ച് ക്ലിയർ ആവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഭാഗം കുറച്ച് ടഫാണ് കാരണം ഒറ്റയടിക്ക് വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായാലും വരില്ല. നെക്സ്റ്റ് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, താഴേക്ക് പോവാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മള് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ആ ഒരു ഒന്ന് രണ്ട് ഈ ഒരു ഭാഗത്തും ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇനിയുള്ള ഭാഗമൊക്കെ ഈസിയാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം.
കുറച്ച് ഇതുപോലെയുള്ളത് മോഡ് ഓഫ് ട്രാൻസ്ഫർ മാത്രം നമുക്ക് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്ഫറിൽ പറയുന്നത് the two most commonly employed methods of transfer of patients are ground transport by including ambulance and mobile intensive care unit. അതായത് MICU ആണ് അത്, എന്നല്ല, MICU ആണ്. Mobile intensive care unit, mobile intensive care unit. Okay, MICUS. And air transport including helicopter or aeroplane ambulance. അതായത് ആംബുലൻസ് നമുക്കറിയാം അല്ലെ, ട്രാൻസ്ഫർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മിക്കപ്പോഴും നമ്മൾ ആംബുലൻസിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംബുലൻസ് സർവീസുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ ഹെലികോപ്റ്റർ അല്ലെ, പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് വായുമാർഗം ഉപയോഗിക്കാം, നമ്മുടെ ഭൂഗർഭത്തിലൂടെയുള്ള അല്ലെങ്കിൽ റോഡ് മാർഗം മുഖേനയുള്ള ട്രാൻസ്ഫറും നമുക്ക് നടത്താവുന്നതാണ്. അതിൽ ഇൻക്ലൂഡഡ് ആണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, MICU പോലെയുള്ള സേവനങ്ങളും ആംബുലൻസ് സർവീസ് സേവനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനിലും ഉൾപ്പെടുന്നതാണ് എന്നുള്ളത്. The two most commonly employed methods of transfer of patients are ground transport by including ambulances അല്ലെ. അതായത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് നമ്മുടെ എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിട്ടുള്ള ആംബുലൻസ് സർവീസുകളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിന് പുറമെ ഏത് ട്രാൻസ്പോർട്ടും കൂടി ഉണ്ട്, നമുക്ക് എയർ ട്രാൻസ്പോർട്ട് അല്ലെ, അതിൽ ഹെലികോപ്റ്ററിന്റെ സേവനങ്ങളും ഉണ്ട്, എയറോപ്ലെയിന്റെ സേവനങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വരുമ്പോൾ ഓക്കെ, എയർ ട്രാൻസ്പോർട്ടിലും അത്രയും എയർ ട്രാൻസ്പോർട്ടില് ആംബുലൻസ് സർവീസ് എന്നല്ല, എയർ ട്രാൻസ്പോർട്ടിൽ അതിന്റെ ഉള്ള സജ്ജീകരണത്തോട് കൂടിയിട്ടുള്ള ഇതായിരിക്കും. ആംബുലൻസിന്റേതായിട്ടുള്ള ഹിയറിംഗ് സൗണ്ടുകളുടെ ഒന്നും ആവശ്യകത ഉണ്ടാവില്ലല്ലോ. എനിവേ എന്താണ്, അത്തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് അല്ലെ. ഹെലികോപ്റ്ററിലൂടെ നമുക്ക് വായുമാർഗം ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ടിങ് നടത്താം. അതേമാതിരി തന്നെ എയറോപ്ലെയിനിലെ സേവനം തേടിയിട്ടും എന്താണ് നമുക്ക് ഒരു രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താം എന്നുള്ളത്. ഓക്കെ, അത് നമുക്കറിയാം. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, നമുക്ക് എന്തെങ്കിലും അവയവങ്ങളൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം എത്രയും വേഗത്തിൽ എത്തണം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്? അതായത് അവയവങ്ങളെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ആംബുലൻസ് തന്നെ ആവണമെന്നില്ല, എയർ ട്രാൻസ്പോർട്ട് ആണ് മോസ്റ്റ് സൂട്ടബിൾ എന്ന് പറയാം. കാരണം എത്രയും അതിവേഗം അല്ലെ, അതിവേഗം നമുക്ക് അല്ലെ, നമ്മളിപ്പോ എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെ, നമ്മളെ എല്ലാവരുടെയും ശരീരാവയവങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കാൻ പറ്റിയെന്ന് പറയില്ല. പ്രത്യേക സ്റ്റേജിലുള്ള പേഴ്സൺസിന്റെ ഒക്കെ മരണത്തിനോടനുബന്ധിച്ച് തന്നെ ചില അവയവങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെ ക്വിക്കായിട്ട് തന്നെ ഓരോ പ്ലേസുകളിലേക്ക് എത്തിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എയർ ട്രാൻസ്പോർട്ട് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് മനസ്സിലാക്കിയത്. അത് നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ എയർ ട്രാൻസ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസിൽ വരാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഏതൊക്കെ മാർഗം ഉപയോഗിച്ചിട്ട് നമുക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത്. അതിലും എന്താണ് അബ്രിവിയേഷൻ വരുന്നുണ്ട്, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ അല്ലേ? നമുക്ക് താഴേക്ക് കുറച്ച് നോക്കാലോ അല്ലെ, ഇച്ചിരി സമയമുണ്ട്. ground transport നോക്കാം. Different types of ambulances are used in this mode of transport of patient അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസ് സർവീസുകൾ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ചിലരധികം ശ്രദ്ധിക്കാറില്ല അല്ലെ, എല്ലാം ഒരേ ആംബുലൻസ് ആണെന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും. പക്ഷെ അതിലെ വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളാണ് അതിൽ പ്രദാനം ചെയ്യുന്നത്. അതിലെ ബേസിക് സപ്പോർട്ടോട് കൂടിയുള്ള കാര്യങ്ങളുണ്ട്, അഡ്വാൻസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വിത്ത് അല്ലെ നമ്മുടെ സ്റ്റാഫിനോട് കൂടിയിട്ടുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ ഉണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസ് സർവീസുകൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, അതെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം തന്നെ ചോദിച്ചു കാണാറുണ്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ഉള്ളതെല്ലാം തന്നെ മിക്സ് ചെയ്ത് ചോദിച്ചു കാണാറുണ്ട്. അത് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ദീസ് ആംബുലൻസസ് ആർ കണ്ടീഷൻഡ് വിത്ത് adequate staff and monitoring devices to shift patients without life-threatening conditions, and these can only provide a basic life support services.
അതായത് ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് രോഗികളെ നമ്മൾ തരംതിരിച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. രോഗിക്ക് ആവശ്യമായുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ തരംതിരിച്ച് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ചില പേഷ്യൻസിന് ചില സർവീസോട് കൂടിയിട്ടൊക്കെ തന്നെ ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും. നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു ചിലർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ സ്കെയിൽ അല്ലേ അതൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് മോണിറ്റർ ചെയ്ത് പരിശോധിച്ച് ചിലർക്കൊക്കെ അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ സമയത്തിന് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഒക്കെ നേരത്തെ കൂട്ടി മാച്ച് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കറിയാം ആ ഒരു സർവീസിൽ കുറച്ചും കൂടി പേഷ്യന്റിനോടൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ചില സ്റ്റാഫിന്റെ സാമീപ്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. ക്ലിയർ അല്ലേ? നേരത്തെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കുറച്ച് രോഗികളില്. ഓക്കെ, അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസസിൽ നമ്മൾ നോക്കുക. ഇതില് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അതായത് അവരെ സംബന്ധിച്ച് ജീവൻ അപകടാവസ്ഥയിൽ അല്ലെ അപകടപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ അത്രപ്പെടുത്തില്ല അല്ലെ. വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. ഒത്തിരി അപകടാവസ്ഥയിലുള്ള രോഗികളെ എല്ലാം ഷിഫ്റ്റ് ചെയ്യേണ്ടത്, പക്ഷെ ആവശ്യവുമാണ്. അപ്പൊ അതിലുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൺലി പ്രൊവൈഡ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസുകളെ മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുന്നു, മനസ്സിലാവുന്നു. അതായത് ഒരുപാട് അപകടാവസ്ഥയിലുള്ള പേഷ്യന്റ് അല്ല, അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് സർവീസുകളെ അതിന് പ്രധാനമായിട്ടും ഉള്ളൂ അല്ലെ. ഒരുപാട് എക്യുപ്മെന്റ്സുകളൊന്നും അതിന്റെ ആ രോഗിയോടൊപ്പം കൊടുത്ത് അല്ലെ അതിനോടൊപ്പം തന്നെ എന്താ പറയാ അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്ത് വിടുന്നില്ല. ഓക്കെ, അതായത് എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യകത അതിൽ പ്രധാനമായിട്ടും വരുന്നില്ല. അതേസമയം ആംബുലൻസിന്റെ സർവീസ് ആ രോഗിക്ക് ആവശ്യവുമാണ്. But the ambulance are conditioned with adequate staff and monitoring devices to shift patient without a life-threatening condition, and this can only provide. ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് ഡ്രൈവറും അദ്ദേഹത്തിന്റെ അല്ലെ കൂടെയുള്ള വ്യക്തിയും ചിലപ്പോൾ പേഷ്യന്റിനെ അക്കമ്പനി ചെയ്യാനായിട്ടുള്ള അല്ലെ ആരെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. അധികപ്പെടുത്ത എക്യുപ്മെന്റ്സ് മോണിറ്റർ ചെയ്യുന്ന ഡിവൈസുകളോ ഒന്നും തന്നെ ഈ രോഗിയോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നില്ല എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്താണുള്ളത് ആണോ? ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ്. ഓക്കെ, വലിയ അപകടാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണ്. നെക്സ്റ്റ് നോക്കുക, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ പ്രത്യേകത എന്താ? ദീസ് ആംബുലൻസസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് ലൈക്ക് endotracheal intubation, cardiac monitoring, defibrillation administration of intravenous fluids or vasopressors. These are adequately staffed and made ready for shifting patient with life-threatening condition. So, നമ്മൾ ലാസ്റ്റ് പോയിന്റ് നോക്കുക. അവിടെ എന്താണ്? ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ് അല്ലെ. അവിടെയുള്ള പേഷ്യന്റിന്റെ ജീവൻ ചിലപ്പോൾ കൂടുതൽ അപകടാവസ്ഥയിലുള്ള സ്റ്റേജിലുള്ള പേഷ്യന്റ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കുറച്ച് മുൻകരുതലോട് കൂടിയിട്ടായിരിക്കണം പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്. പക്ഷേ പേഷ്യന്റ് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി എൻഡോട്രാക്കൽ ട്യൂബ് ഇൻറ്റുബേഷൻ ഒക്കെ ഉണ്ടാവുക അല്ലെ. അവർക്ക് ശ്വാസം നേരാവണ്ണം എടുക്കാനായിട്ടൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് എൻഡോട്രാക്കൽ ഇൻറ്റുബേഷന്റെ സഹായത്തോടു കൂടിയാണ് അവർ ശ്വാസം എടുക്കുന്നത്. കാർഡിയാക് മോണിറ്ററിങ് അല്ലെ, അവരുടെ ECG ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെരിഫൈ ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പൊ മോണിറ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള സംവിധാനം അതിനോടൊപ്പം വേണം. ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഡിഫിബ്രിലേഷൻ? ഡിഫിബ്രിലേഷൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ട് അല്ലെ. ഡിഫിബ്രിലേഷൻ എന്താണ്? നമ്മൾ എന്തിനു പകരം ഉപയോഗിക്കുന്നതെന്നാ പറഞ്ഞേ? CPR അല്ലെ. നമ്മള് കാർഡിയാക് അല്ലെ, നമുക്ക് എന്താണ് പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിൽ. ഓക്കെ, അത് CPR പകരം. ഓക്കെ, അതൊക്കെ തന്നെ എന്താണ് നമുക്ക് CPR അല്ലെ, പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിഫിബ്രിലേറ്റർ എന്നുള്ള മെഷീന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ അല്ലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് രോഗി പൂർവാവസ്ഥയിലേക്ക് എത്താനൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഈ ഡിഫിബ്രിലേറ്ററിന്റെ അഡ്മിനിസ്ട്രേഷൻ അവിടെ ആവശ്യമായിട്ട് വരും. തീർച്ചയായിട്ടും അതിന്റെ സഹായം കൂടിയും അവിടെ ഉപയോഗിക്കാം അല്ലെ. നമ്മൾ കണ്ടിരുന്നു ത്രെട്ടനിങ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ എന്താണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സഹായമാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്.
ദെൻ വീണ്ടും എന്താണ് വീണ്ടും പറയുന്നത് ഇൻട്രാവിനസ് ഫ്ലൂയിഡ്സ് ഓർ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് മെഡിസിന് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഇൻട്രാവിനസ് അതായത് മൂക്കിലൂടെയുള്ള ആ ഒരു കുഴലിലൂടെയൊക്കെയാണ് അവർക്ക് ഭക്ഷണമൊക്കെ എത്തിക്കുന്നത് അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു രോഗാവസ്ഥയിലുള്ള പേഷ്യൻസിനെയാണ് അല്ലെങ്കിൽ വാസോപ്രസസ് നമുക്കറിയാം ബിപിയുടെ അനുസരിച്ചിട്ടുള്ള ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളോടൊപ്പം തന്നെ ആഡിക്വേറ്റ് സ്റ്റാഫുകളുണ്ട്, അതിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, അതിനാവശ്യമായിട്ടുള്ള എന്താണ് ഡിഫിബ്രിലേറ്റർ പോലെയുള്ള മെഷീൻസിന്റെ ഒക്കെ സപ്പോർട്ടിംഗ് ഒക്കെ അതിന് ആവശ്യമാണ്. ഇങ്ങനെയുള്ള രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ക്ലിയർ അല്ലേ? എന്താണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നോക്കിയാണോ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് കണ്ടു അവരെ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് അവിടെ സേവനമായിട്ട് വരുന്നത്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പേഷ്യന്റിന്റെ അവസ്ഥ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ് അല്ലെ, അപകടാവസ്ഥയിലുള്ള കണ്ടീഷൻ ആണ്. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫും മോണിറ്റർ ചെയ്യുന്ന മെഷീനും അതോടൊപ്പം തന്നെ മറ്റു മെഷീൻസ് അല്ലെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചാനൽസ് അതേമാതിരി തന്നെ ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ള സമയമുണ്ടോ? MICU. MICU എന്ന് പറയുന്നത് these are a specialized vehicle with all equipment and staff to transfer patients who are critically ill. Okay, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഇവിടെ മോസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് MICU എന്ന് വെച്ചാൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു അല്ലെ എന്താണ് MICU എന്നുള്ളത്. MICU എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ചെയ്തതാണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആംബുലൻസ് സർവീസ് ആണ്. അവിടെ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഉണ്ട്, മതിയായ സ്റ്റാഫുകളോടും കൂടിയിട്ടാണ് പോകുന്നത്. and are usually used in combination with the specialist retrieval teams in a few developed countries. അതായത് മൊബൈൽ ICU എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ എക്യുപ്മെന്റ്സും മതിയായ സ്റ്റാഫുകളും ഡോക്ടേഴ്സും എല്ലാം കൂടി അക്കമ്പനി ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് അത് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് പൊതുവെ ഡെവലപ്ഡ് വികസിത രാജ്യങ്ങളിലാണ് പൊതുവെ ഇത്തരത്തിലുള്ള ടീമോട് കൂടിയിട്ടുള്ള സർവീസ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒരു സേവനം സാധ്യമാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇടയിൽ പൊതുവെ കാണുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസസും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇൻ കേസ് നമുക്കറിയാം മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ, കാരണം ഇച്ചിരി കൂടി എന്താണ് ഒത്തിരി അല്ലെ നിലവിൽ അല്ലെ കൂടുതൽ മുൻപന്തിയിലിരിക്കുന്ന നമ്മുടെ എന്തെങ്കിലും പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓക്കെ അത്തരത്തിലുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സർവീസുകളും തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പോ അത്തരത്തിലുള്ള സംവിധാനത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പൊതുവെ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട് അല്ലെ, അമേരിക്ക അല്ലെ കൺട്രികളിലൊക്കെ ഇത്തരത്തിലുള്ള സർവീസോട് കൂടിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്യുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും അതേമാതിരി നഴ്സുമാരും അങ്ങനെ എക്യുപ്മെന്റ്സും എല്ലാവർക്കും കൂടി അക്കമ്പനി ചെയ്തിട്ട് തന്നെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്ന ഒരു സർവീസ് ആണ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നുള്ള ഒരു സേവനം അതിൽ കൂടുതൽ വരുന്നത്. ആൻഡ് യൂഷ്വലി യൂസറിന്റെ കോമ്പിനേഷൻ വിത്ത്, പക്ഷെ കുറച്ചൊക്കെ നമ്മുടെ ഇടയിലും ഉണ്ട് അല്ലെ, അത്രയും സ്പെഷ്യലിസ്റ്റ് കെയർ കിട്ടണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള യോഗ്യരായ വ്യക്തികളെ കൂടി അടക്കം തന്നെയാണ് കൊണ്ടുപോകുന്നത് അല്ലെ. ഓർഗൻ അല്ലെ നമുക്ക് ആദ്യമൊക്കെ നമുക്കറിയാം നമ്മുടെ അവയവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്രയും നമ്മൾ ഡെവലപ്ഡ് ആവുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ വികസിത രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള സേവനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് മെയിൻലി നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു സർവീസ് ആണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആകുമ്പോഴാണ്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ അല്ലെ, അത് അപകടാവസ്ഥയിലുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോഴാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കുക. യാണോ? ഓക്കെയാണോ? ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, ക്ലിയർ ആണ്. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആ ലാസ്റ്റ് 3 പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പിക് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. സപ്പോർട്ടിംഗ് ആംബുലൻസിന്റെ സേവനങ്ങൾ. ഓക്കെ, താങ്ക് യു. Thank you.